മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്നതിനെ കുറിച്ച്, അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്നതിലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്താണ്, അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്താണെന്നതിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കാണിക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നോർമലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഇൻറ്റു 100 എന്ന് കൂടെ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എന്താണ്, നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടാലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് മറ്റൊന്ന് വരുന്നത്. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോർമലി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുമാണ്. ചില കേസിൽ അത് ഫിനാൻഷ്യൽ എക്സ്പെൻസ് കൂടെ വരും. ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, അതേപോലെ ബാഡ് ഡെബ്റ്റ്, ഡിസ്കൗണ്ട് അലോഡ്, ഇതൊക്കെ വരുന്നതാണ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോണ്, ബാഡ് ഡെബ്റ്റ്, ഡിസ്കൗണ്ട് അലോഡ്, ഇതൊക്കെ വരുന്നതാണ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. Here, standard operating ratio is equal to 75% to 85% ആണ്. ഓക്കെ, 75% മുതൽ 85% വരെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ വരുന്നത്. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. സെയിൽസ് റുപ്പീസ് 7,60,000, സെയിൽസ് റിട്ടേൺ 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റുപ്പീസ് 4,80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 45,000, സെല്ലിംഗ് എക്സ്പെൻസസ് റുപ്പീസ് 75,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ റുപ്പീസ് 30,000. ഇത്രയുമാണ് ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതുക. ഇക്വേഷൻ എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി ഗിവൺ. നെക്സ്റ്റ് നമുക്കറിയേണ്ടത് എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇതിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും അതേപോലെ സെല്ലിംഗ് എക്സ്പെൻസസും. ഇത് രണ്ടും എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇനി നെറ്റ് സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി, സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു സെയിൽസ് എത്രയാണ്, 7,60,000 മൈനസ് സെയിൽസ് റിട്ടേൺ എത്രയാണ്, 10,000. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 7,50,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 7,50,000. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓൾറെഡി ഇവിടെ 2 ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് വരും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, 4,80,000 തന്നിട്ടുണ്ട്. 4,80,000 പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നതിൽ അഡ്മിനിസ്ട്രേഷനും സെല്ലിങ്ങുമാണ് വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ എത്രയാണ്, 45,000, സെല്ലിംഗ് എത്രയാണ്, 75,000 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തി 7,50,000 ആണ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. 4,80,000 പ്ലസ് 45,000 പ്ലസ് 75,000
ഡിവൈഡ് ബൈ 7,50,000 ഇൻറ്റു 100. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 80% എന്ന് ആൻസർ കിട്ടും. നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയായിരുന്നു? 75% to 85% ആയിരുന്നു. അപ്പോൾ കണ്ടിരിക്കുന്നത് 80% ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ ഉൾപ്പെടുന്നതാണ് 80% എന്നുള്ളത്. ഇപ്പോൾ കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനായിട്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ കൊടുക്കുക. അതായത് ഹിയർ കാൽക്കുലേറ്റഡ് വാല്യൂസ് 80%. ദി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഓൾസോ എന്താണ് 75% to 85%. ദെൻ ഫേം ഹാസ് നോ ഡിഫിക്കൽട്ടി ഇൻ മീറ്റിംഗ് ഇറ്റ്സ് എക്സ്പെൻസ് എന്നുള്ള രീതിയിലേക്കായിട്ട് ഇവിടെ കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ മൂന്നാമത്തെ റേഷ്യോ ആണ്, ബേസ്ഡ് ഓൺ സെയിൽസിൽ വരുന്ന മൂന്നാമത്തെ റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, രണ്ടാമത്തത് ഓപ്പറേറ്റിംഗ് റേഷ്യോ, ദെൻ മൂന്നാമത്തതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണിക്കുന്നത്. ദറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 രീതിയിൽ നമുക്ക് കണ്ടെത്താം. അതിൽ ഒന്നാമത്തെ വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറച്ചാലാണ് എന്ത് കിട്ടുന്നത്? ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഒന്നാമത്തെ ഒരു ഇക്വേഷൻ. ഇനി അതല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇത് ശരിക്ക് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ, നമ്മളെ ക്വസ്റ്റ്യനിലുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഈ 3 രീതിയിലും നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സെയിൽസ് ലെസ് റിട്ടേൺ ₹8 lakh. സെയിൽസ് ലെസ് റിട്ടേൺ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് തന്നെയാണ്, 8 lakh. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,60,000. ദെൻ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 50,000. സെല്ലിംഗ് എക്സ്പെൻസസ് 30,000. ഇൻട്രസ്റ്റ് 40,000. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് 15,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 20,000. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. അതിനാദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ പറഞ്ഞത് എന്താണ്? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതേപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറയ്ക്കലാണ്. അപ്പോൾ ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. നെറ്റ് സെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, എത്രയാണ്? 8 lakh വരുന്നു. നെറ്റ് സെയിൽസ് ആണ് 8 lakh വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? -5,60,000. 5,60,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത വരേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അതേപോലെ സെല്ലിംഗ് എക്സ്പെൻസസും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 50,000 30,000 കൂട്ടിക്കഴിഞ്ഞാൽ 80,000 എന്ന് കിട്ടും. ആ 80,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 8 lakh മൈനസ് 5,60,000 മൈനസ് 80,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര കിട്ടും? 1,60,000 എന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് വരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 1,60,000 ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് എത്രയാണ്? 8 lakh ആണ്. 8 lakh ഇൻറ്റു 100. ഓക്കെ,
അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വാല്യൂ എത്ര കിട്ടും? 20% എന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോയും വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ വരുമ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വരുന്ന റേഷ്യോസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.